ഒരു വീഡിയോയുടെ പേരിലുണ്ടായ അപമാനഭാരത്താൽ നീറി ആത്മഹത്യ ചെയ്ത ദീപകിന്റെ വേർപാടിൽ വിങ്ങിപ്പൊട്ടുകയാണ് അമ്മയും അച്ഛനും നാട്ടുകാരുമെല്ലാം ഇപ്പോൾ. ശനിയാഴ്ചയായിരുന്നു ദീപകിന്റെ 42ാം ജന്മദിനം. എന്നാൽ ഇത്തവണ അത് ദുഃഖത്തിലാണ്ടിരുന്നു. പിറന്നാൾ ദിവസമായിട്ടും ആ മുഖം തെളിയാതിരുന്നത് കണ്ട് കാര്യം തിരക്കിയ അമ്മയോട് ഒന്നുമില്ല എന്ന മറുപടിയായിരുന്നു ദീപക് നൽകിയത്. ഒടുവിൽ പിറ്റേന്നാണ് ദീപക് അപമാനഭാരത്താൽ ജീവനൊടുക്കിയത്. ശനിയാഴ്ച രാത്രിയും അടുത്ത ബന്ധുവായ സനീഷിനെ വിളിച്ച് നാളെ രാവിലെ കാണണമെന്ന് ദീപക് പറഞ്ഞിരുന്നു. എന്നാൽ ഞായറാഴ്ച രാവിലെ അവന്റെ മരണവാർത്തയാണ് പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത്. വീട്ടുകാരും ബന്ധുക്കളുമെല്ലാം ചീക്കു എന്നായിരുന്നു സ്നേഹത്തോടെ ദീപകിനെ വിളിച്ചിരുന്നത്. അമ്മയ്ക്കും അച്ഛൻ ചോയ്ക്കും ഏക മകനായിരുന്നു ദീപക്. 12 വർഷമായി ഗോവിന്ദപുരത്താണ് ഈ കുടുംബം താമസിക്കുന്നത്. വസ്ത്ര വ്യാപാര സ്ഥാപനമായ മുദ്ര ഇംപെക്സിൽ 7 വർഷമായി സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്ന ദീപക് ബസ്സിൽ വെച്ച് യുവതിയോട് അപമര്യാദയായി പെരുമാറി എന്ന തരത്തിലുള്ള ആദ്യ വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ ഞെട്ടലോടെയാണ് ഒപ്പം ജോലി ചെയ്യുന്നവരും ബിസിനസ് ഉടമയുമെല്ലാം അത് കണ്ടത്. തുടർന്ന് ദീപകിനെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു. വീഡിയോ കണ്ടെന്നു മാത്രമായിരുന്നു മറുപടി. വിഷമിക്കരുതെന്നും യുവതിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകണമെന്നുമെല്ലാം പറയുകയും വീടിനടുത്തുള്ള അഭിഭാഷകനെ കാണാമെന്ന് ദീപക് പറയുകയും ചെയ്തിരുന്നു. ശനിയാഴ്ച രാത്രി ഇക്കാര്യം വിളിച്ചന്വേഷിക്കുകയും ചെയ്തു. അഭിഭാഷകൻ സ്ഥലത്തില്ല എന്നും നാളെ കാണാമെന്ന് ഉറപ്പും നൽകി. അതിനിടെയാണ് രണ്ടാമത്തെ വീഡിയോയും പുറത്തു വന്നത്. തുടർന്നാണ് ദീപക് കിടപ്പുമുറിയിലേക്ക് ഉറങ്ങാനായി പോയത്. എന്നാൽ ഞായറാഴ്ച രാവിലെ ആയിട്ടും ഉറക്കം എഴുന്നേറ്റില്ല. വിളിച്ചിട്ടും എഴുന്നേൽക്കാത്തതിനാൽ വീട്ടുകാർ അയൽവാസികളുടെ സഹായത്തോടെ വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന ദീപകിനെ കണ്ടത്. ആ കിടക്കയ്ക്കരികിൽ അപ്പോഴും ദീപകിന്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ദീപകിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ചങ്കുപൊട്ടി കരയുകയായിരുന്നു അച്ഛനും അമ്മയും. എന്തിനാ വാവേ നീ ഇത് ചെയ്തത്? അമ്മയുടെ സ്വത്തല്ലേ? നീയില്ലാതെ ഞങ്ങൾക്ക് നിൽക്കാനാവില്ലെന്ന് എന്റെ മുത്തിനറിയില്ലേ എന്ന് പറഞ്ഞ് ദീപകിന്റെ മൃതദേഹത്തിനരികെ നെഞ്ചുപൊട്ടി നിലവിളിക്കുകയായിരുന്നു ആ അമ്മ. ആ ഹൃദയം നുറുങ്ങുന്ന കാഴ്ച കണ്ട് ചുറ്റുമുള്ളവരും വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ദീപകിന് നീതി കിട്ടുവാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും നിലപാട്. അതേസമയം യുവതി ആരോപണത്തിൽ ഉറച്ചുതന്നെ നിൽക്കുകയാണ്. പയ്യന്നൂരിൽ വച്ചായിരുന്നു സംഭവമെന്നും വടകര പോലീസിൽ വിവരം അറിയിച്ചിരുന്നുവെന്നും യുവതി പറയുന്നു. വീഡിയോ പകർത്തുന്നത് കണ്ടതോടെയാണ് യുവാവ് ബസ്സിൽ നിന്നിറങ്ങി വേഗത്തിൽ നടന്നുപോയതെന്നും യുവതി പറയുന്നു. ദീപകിന്റെ മരണത്തിനു പിന്നാലെ യുവതിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം തുടരുകയുമാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.